പ്രിയപ്പെട്ട കുട്ടികളെ, 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ പുതിയ സിലബസ് പ്രകാരമുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് സ്ട്രക്ചർ ഓഫ് ആറ്റം അഥവാ ആറ്റത്തിൻ്റെ ഘടന. ആറ്റത്തിൻ്റെ ഘടന പഠിക്കുന്നതിന് മുമ്പായിട്ട് ആറ്റം എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് നോക്കാം. നമുക്ക് ചുറ്റും ഒരുപാട് വസ്തുക്കളുണ്ട്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ വസ്തുക്കളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എലമെൻറ്റ്സ് അഥവാ മൂലകങ്ങൾ കൊണ്ടാണ്. അതായത് വ്യത്യസ്ത എലമെൻറ്റ്സ് വ്യത്യസ്ത അളവിൽ കൂടി ചേരുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ള ഈ വസ്തുക്കളൊക്കെ ഉണ്ടായിട്ടുള്ളത്. വസ്തുക്കളെല്ലാം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഈ സ്റ്റേറ്റുകളിലൊക്കെ ആയിട്ട് നമ്മൾ കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. നമുക്ക് ഏറ്റവും പരിചയമുള്ള, ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വസ്തുവാണ് വാട്ടർ അഥവാ ജലം. ഈ ജലത്തിൻ്റെ കെമിക്കൽ ഫോർമുല H2O എന്നാണ്. അതായത് ഈ ജലത്തിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും അടങ്ങിയിട്ടുണ്ട്. ഈ ജലത്തിന് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ചിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ടറിനെ നമുക്ക് ഹൈഡ്രജൻ എന്നും ഓക്സിജൻ എന്നും സെപ്പറേറ്റ് ചെയ്യാമെന്ന് സർ ഹംഫ്രി ഡേവി കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ വാട്ടറിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ എന്ന എലമെൻറ്റും ഓക്സിജൻ എന്ന എലമെൻറ്റും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് പറയാം വാട്ടർ ഒരു കോമ്പൗണ്ടാണ്, അഥവാ 2ഓ അതിൽ കൂടുതലോ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന സബ്സ്റ്റൻസിനാണ് നമ്മൾ കോമ്പൗണ്ട് എന്ന് പറയുക. ഇനി നമുക്കറിയാം വാട്ടറിന് കെമിക്കൽ റിയാക്ഷൻ നടത്തിയാൽ നമുക്ക് ഹൈഡ്രജൻ എന്നും ഓക്സിജൻ എന്നും വേറെ കിട്ടുന്നു. പക്ഷേ വീണ്ടും ഈ ഹൈഡ്രജനെയും ഓക്സിജനെയും നമുക്ക് വീണ്ടും ചെറുതാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് വീണ്ടും അതിൻ്റെ കോമ്പണൻസ് ആക്കി മാറ്റാൻ കഴിയുന്നില്ല. അങ്ങനെ കെമിക്കൽ റിയാക്ഷനിലൂടെ ചെറിയ ചെറിയ കോമ്പണൻസ് ആക്കി മാറ്റാൻ കഴിയാത്ത സബ്സ്റ്റൻസിനാണ് നമ്മൾ എലമെൻറ്റ്സ് എന്ന് പറയുക. ഈ എലമെൻറ്റ്സ് പല അളവിലും വ്യത്യസ്ത അളവിൽ കൂടി ചേർന്നിട്ടാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിട്ടുള്ളത്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ വിശദമായിട്ട് എലമെൻറ്റ്സിനെ കുറിച്ചും കെമിക്കൽ ഫോർമുലയെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണെന്നല്ലോ. അപ്പോൾ നമുക്ക് ഈ എലമെൻറ്റ്സിൽ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഒരു എലമെൻ്റാണ്, ഓക്സിജൻ ഒരു എലമെൻ്റാണ്. എല്ലാ എലമെൻറ്റ്സിനെ കുറിച്ചും പീരിയോഡിക് ടേബിളിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിച്ചതാണ് 8ാം ക്ലാസ്സിൽ. അപ്പോൾ ഈ എലമെൻറ്റ്സ്, ഈ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ എലമെൻ്റ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഓക്സിജൻ എന്ന് പറഞ്ഞ എലമെൻ്റ് ഉണ്ടായിട്ടുള്ളത്, ഓരോ എലമെൻറ്റും ഫോം ചെയ്തത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ഈ സ്മോളസ്റ്റ് പാർട്ടിക്കിളിനാണ് നമ്മൾ ആറ്റം എന്ന് പറയുക. ഇനി ഹൈഡ്രജൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജനിൽ ഹൈഡ്രജൻ്റെ ആറ്റം മാത്രമാണ് ഉണ്ടാവുക. ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജനിൽ ആറ്റം മാത്രമായിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ ഓരോ എലമെൻറ്റും കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ഫോം ചെയ്തിട്ടുള്ളത് അതിൻ്റെ തന്നെ വ്യത്യസ്ത ആറ്റങ്ങൾ, ഒരുപാട് ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ്. ഈ ബേസിക് കോമ്പണൻറ്റിന് അല്ലെങ്കിൽ സ്മോളസ്റ്റ് കോമ്പണൻറ്റിനാണ് നമ്മൾ ആറ്റം എന്ന് പറയുക. അപ്പോൾ ഇനി നമുക്ക് ആറ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കോൺവെർസേഷനോട് കൂടിയിട്ടാണ്, അല്ലേ? അതായത് ഒരു കുട്ടി അവിടെ ഒരു ആറ്റോമിക് സ്ട്രക്ചറാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്. അവിടെ ഒരാൾ പറയുന്നുണ്ടല്ലേ, ഒരാൾക്കൂടി സംസാരിക്കുകയാണ്, ഹേ ദിസ് ഈസ് ആറ്റം മോഡൽ റൈറ്റ്, ഇത് ആറ്റം മോഡൽ തന്നെയാണോ എന്ന്. അപ്പോൾ എന്താ ആ കുട്ടി മറുപടി പറയുന്നത്, യെസ് ദർ ആർ അതർ മോഡൽസ് ടു, അല്ലേ? ഈ ഒരു ആറ്റം മോഡൽ മാത്രമല്ല, ഒരുപാട് ആറ്റം മോഡലുണ്ട്. നമുക്ക് ആറ്റം മോഡലുകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇനി ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ 1.1 കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ വ്യക്തമായിട്ട് ഒരുപാട് സബ്സ്റ്റൻസ് ഉണ്ട്. പ്രധാനമായിട്ടും ഷുഗർ, ഗ്ലൂക്കോസ്, വാട്ടർ. ദെൻ ഓരോ സബ്സ്റ്റൻസിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ കെമിക്കൽ ഫോർമുല ഓഫ് ദ മോളിക്യൂൾ കൊടുത്തിട്ടുണ്ട്. ദെൻ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ്. ഇത്രയാണ് ആ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. വിശദമായി പറയാം. ഷുഗർ എന്ന സബ്സ്റ്റൻസിൽ അതിലടങ്ങിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ആണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി ആ ഷുഗറിൻ്റെ കെമിക്കൽ ഫോർമുല C12H22O11 എന്നാണ്. ഇനി ആ എലമെൻറ്റ്സ് നമ്മൾ റേഷ്യോ വൈസിൽ എഴുതുന്ന സമയത്ത് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 12:22:11 എന്നാണ്. ഇനി നെക്സ്റ്റ് സബ്സ്റ്റൻസ് ആണ് ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസിലും അടങ്ങിയിട്ടുള്ളത് ഇതേ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് തന്നെയാണ്, അഥവാ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അതിൻ്റെ കെമിക്കൽ ഫോർമുല C6H12O6 എന്നാണ്. ദെൻ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് 1:2:1. ഈ 1:2:1 കിട്ടിയത് ഈ കെമിക്കൽ ഫോർമുലയിലെ 6 എന്ന് പറഞ്ഞ നമ്പറിനെ 6 കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1:2:1 എന്നാണ് കിട്ടുക. ദെൻ അതിൽ മൂന്നാമത്തെ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞത് വാട്ടറാണ്. വാട്ടറിൽ അടങ്ങിയിട്ടുള്ളത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല H2O എന്നാണ്. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് 2:1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ടേബിൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് വ്യത്യസ്ത എലമെൻറ്റ്, ഷുഗറിലും ഗ്ലൂക്കോസിലും ഒരേ എലമെൻറ്റ്സ് തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്, കാർബണും ഹൈഡ്രജനും ഓക്സിജനും. ഈ എലമെൻറ്റ്സ്
വ്യത്യസ്ത അളവിൽ കൂടിച്ചേരുന്ന സമയത്താണ് വ്യത്യസ്ത പദാർത്ഥങ്ങളായിട്ട് മാറുന്നത്. ഇവിടെ ഷുഗറും ഗ്ലൂക്കോസും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം ഒരേ എലമെൻറ്റ്സ് തന്നെയാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിലും നമുക്ക് കിട്ടുന്നത് അതിൻ്റെ റേഷ്യോ വ്യത്യസ്തമായതുകൊണ്ട് പുതിയ പുതിയ പദാർത്ഥങ്ങളായിട്ട് പുതിയ പുതിയ സബ്സ്റ്റൻസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. You have seen that the molecules of each substance contain atoms combined in a particular ratio. Molecules are particles which show all the properties of the substance and have a free existence. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനാണ് നമ്മൾ മോളിക്യൂൾ അഥവാ തന്മാത്ര എന്ന് പറയുക. അതായത് ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് പാർട്ടിക്കിൾ. ഇനി അപ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വാട്ടർ മോളിക്യൂൾസ് ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ ഡു മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ഡിഫർ? അല്ലേ, അതായത് വ്യത്യസ്ത സബ്സ്റ്റൻസിൻ്റെ മോളിക്യൂൾസ് എങ്ങനെയൊക്കെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്, ഏതിലൊക്കെയാണ് വ്യത്യാസം കാണിക്കുന്നതെന്ന് അവിടെ 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ദ മോളിക്യൂൾ, അതായത് നമുക്ക് ആ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാം ഷുഗറിലും ഗ്ലൂക്കോസിലും വ്യത്യസ്ത സബ്സ്റ്റൻസ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഷുഗറിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും മോളിക്യൂൾസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ കാണുന്നത് അത് വ്യത്യസ്ത സബ്സ്റ്റൻസ് ആണെങ്കിലും അതിൽ അടങ്ങിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ് അല്ലേ. അതായത് ഇനി നെക്സ്റ്റ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റം ഇൻ ദം, ഇതിലടങ്ങിയിട്ടുള്ള അല്ലേ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റംസിൻ്റെ റേഷ്യോയിലുള്ള വ്യത്യാസത്തിലുമാണ് എന്ത് ചെയ്യുന്നത്, ഈ വ്യത്യസ്ത മോളിക്യൂൾ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണപ്പെടാൻ കാരണം. ഗ്ലൂക്കോസിൻ്റെ മോളിക്യൂളും ഷുഗറിൻ്റെ മോളിക്യൂളും വ്യത്യസ്തമായി നമുക്ക് കാണാൻ കാരണം അതിലടങ്ങിയിട്ടുള്ള ആറ്റംസിൻ്റെ റേഷ്യോയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഒരു ആറ്റം അല്ലേ, ആറ്റത്തിനെ ഇതുവരെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല, ആറ്റം ഇസ് എ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്നായിരുന്നു കണ്ടെത്തിയിരുന്നത്. അതിനുശേഷം ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നു, ആറ്റത്തിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാമെന്നും ആറ്റത്തിൻ്റെ ഉള്ളിൽ അതിനേക്കാൾ ചെറിയ സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ഉണ്ടെന്നൊക്കെ കണ്ടെത്തി ശാസ്ത്രജ്ഞന്മാർ. ഈ സ്മോളസ്റ്റ് പാർട്ടിക്കിളിനാണ് നമ്മൾ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ എന്നാണ് പറയുക. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ അതിനേക്കാളും ചെറിയ അല്ലെങ്കിൽ ആറ്റം കമ്പൈൻ ചെയ്തിട്ടുള്ളത് ആറ്റത്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ചെറിയ പാർട്ടിക്കിൾസിനാണ് നമ്മൾ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുക. ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഈ 3 എണ്ണത്തിനുമാണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഈ 3 പാർട്ടിക്കിളിനുമാണ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറയുക. അതായത് ഈ ഇലക്ട്രോൺ എങ്ങനെയാണ് കണ്ടെത്തിയതെന്നും ഇലക്ട്രോൺ ആ പേര് വന്നതും അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ അല്ലേ. ഇലക്ട്രോൺ എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇലക്ട്രോണെ പ്രോട്ടോനെ കുറിച്ചൊക്കെ ഓൾറെഡി പഠിച്ചതാണ്, ജസ്റ്റ് ആ പേര് മാത്രം. ഇനി എങ്ങനെയാണ് ആ ഇലക്ട്രോണിൻ്റെ കണ്ടെത്തലിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഥവാ ഒരു ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചിട്ട് ഒരു എക്സ്പെരിമെൻ്റ് നടത്തി അതിൻ്റെ ഒരു ഫിഗർ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്, ഫിഗർ 1.1. ഞാൻ ജസ്റ്റ് ആ എക്സ്പെരിമെൻ്റ് ഒന്ന് വായിക്കാം. In 1875, William Crookes, the physicist, conducted experiments by passing electricity at a high voltage through a glass tube in which both sides are fixed with metal plates as electrode. അതായത് 1875 വില്യം ക്രൂക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാണ്. ആ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 2 സൈഡിലും 2 ഇലക്ട്രോഡുകൾ കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് ഇലക്ട്രോഡിനെ കാഥോഡ് എന്നും പോസിറ്റീവ് ഇലക്ട്രോഡിന് ആനോഡ് എന്നുമാണ് പറയുക. ഈ 2 ഇലക്ട്രോഡുകളും ഒരു ഹൈ വോൾട്ടേജിൽ ഒരു ബാറ്ററി ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ആസ് എയർ ഈസ് ആൻ ഇൻസുലേറ്റർ, ഇലക്ട്രിസിറ്റി ഡസ് നോട്ട് പാസ് ത്രൂ ദ എയർ ഇൻ ദ ട്യൂബ് അറ്റ് നോർമൽ പ്രഷർ അല്ലേ. എയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എയർ ഒരു ഇൻസുലേറ്ററാണ്. അതായത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത വസ്തുക്കൾക്കാണ് നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയുക. അപ്പോൾ എയർ ഒരു ഇൻസുലേറ്റർ ആയതുകൊണ്ട് തന്നെ നോർമൽ പ്രഷറിൽ എയറിലൂടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. ബട്ട് വെൻ ദ ട്യൂബ് വാസ് ഇവാക്യുവേറ്റഡ് ഗ്രാജുവലി ഇറ്റ് വാസ് സീൻ ദാറ്റ് ഇലക്ട്രിസിറ്റി വാസ് പാസ് ത്രൂ അഥവാ ഈ ട്യൂബിലുള്ള എയറിനെ നമ്മൾ കുറേ ആയിട്ട് ഗ്രാജുവലി നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് എയറിൻ്റെ പ്രഷർ കുറയുകയും അതുവഴി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ കഴിയും. കാരണം നോർമൽ പ്രഷറിൽ ആ ട്യൂബിലൂടെ അല്ലെങ്കിൽ എയറിലൂടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. പക്ഷേ എയറിൻ്റെ പ്രഷർ കുറയുന്ന സമയത്ത് ലോ പ്രഷറിലാണെങ്കിൽ ആ ട്യൂബിലൂടെ അല്ലെങ്കിൽ എയറിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാമെന്ന് കണ്ടെത്തി. When a perforated positive electrode was used, a light green glow was observed on the zinc sulfide coated glass wall behind it. ഞാൻ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് ഇലക്ട്രോഡിനെ കാഥോഡ് എന്നും പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ് എന്നുമാണ് റെപ്രസെൻ്റ് ചെയ്യുക.
അതായത് ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് ആ ഫിഗറിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഈ പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ പുറകിൽ ആ ഗ്ലാസ് ട്യൂബിൻ്റെ ആ പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ പുറകിലായിട്ട് ഒരു സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. ആ സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്ത ഭാഗത്ത് ഒരു ഗ്രീനിഷ് കളർ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഈ എക്സ്പെരിമെൻ്റ് നടത്തുന്ന സമയത്ത് ആ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇലക്ട്രിസിറ്റി ഈ ട്യൂബിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത്, എയറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ആ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള ആനോഡിൻ്റെ പുറകിൽ ഒരു ഗ്രീനിഷ് കളർ ഒബ്സർവ് ചെയ്തു അദ്ദേഹം. ഒരു ഗ്രീൻ ഗ്ലോ അദ്ദേഹത്തിന് കാണാൻ പറ്റിയെന്നാണ് പറയുന്നത്. ദ ഗ്ലോ ഈസ് ഡ്യൂ ടു ദ റേസ് എമിറ്റഡ് ഫ്രം ദ കാഥോഡ്. ദീസ് റേസ് കെയിം ടു ബി നോൺ ആസ് കാഥോഡ് റേസ്. അഥവാ ഈ ആനോഡിൽ ഉണ്ടാകുന്ന ഈ ഗ്രീനിഷ് കളറിന്, ഈ ഗ്രീൻ ഗ്ലോക്ക് കാരണം കാഥോഡിൽ നിന്ന് വരുന്ന റേസ് ആയതുകൊണ്ട് തന്നെ ഈ റേസിനെ അദ്ദേഹം കാഥോഡ് റേസ് എന്നാണ് വിളിക്കുന്നത്. സയൻറ്റിസ്റ്റ് കണ്ടക്റ്റഡ് മോർ എക്സ്പെരിമെൻറ്റ്സ് ഓൺ കാഥോഡ് റേസ് ആൻഡ് ഐഡൻറ്റിഫൈ ദെയർ വാരിയസ് ക്യാരക്ടറിസ്റ്റിക്. അതിനുശേഷം ഒരുപാട് കാഥോഡ് റേസിനെ കുറിച്ച് ഒരുപാട് എക്സ്പെരിമെൻ്റ് നടത്തുകയും അതിൻ്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. ഇവിടെ ഒരു എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഡിസ്കവറി ഓഫ് കാഥോഡ് റേസ്. ആ കാഥോഡ് റേസ് കണ്ടെത്തിയതിനെ കുറിച്ചാണ് പറയുന്നത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാഥോഡ് റേസിന് മെയിൻ ക്യാരക്ടറിസ്റ്റിക് 3 പോയിൻ്റായിട്ട് കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ പോയിൻറ്റ്സ്. ദ ഫസ്റ്റ് പോയിൻറ്റ്, കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോസ് ഓഫ് ഒപ്പാക് ഒബ്ജക്ട്സ് പ്ലേസ്ഡ് ഇൻ ഇറ്റ്സ് പാസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് കാഥോഡ് റേ ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അതവിടെ ഒരു ഫിഗർ 1.2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ കാഥോഡ് റേസിൻ്റെ പാത്തിൽ ഒരു അധാര്യ വസ്തു, ഒപ്പാക് ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ നിഴൽ അവിടെ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നും ഈ കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഒപ്പാക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അധാര്യ വസ്തു, പ്രകാശത്തിന് കടത്തിവിടാത്ത വസ്തുക്കൾക്കാണ് ഒപ്പാക് ഒബ്ജക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഈ കാഥോഡ് റേസിൻ്റെ പാത്തിൽ ഒരു ഒപ്പാക് ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് റേ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കാഥോഡ് റേസ് ട്രാവൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അതിൻ്റെ ഒരു ഫിഗറും കൊടുത്തിട്ടുണ്ട്, ഒരു ഷാഡോ ഓഫ് ആനോഡ്. അതിൻ്റെ അവിടെ വെച്ചിട്ടുള്ള ആനോഡിൻ്റെ ഒരു ഷാഡോ ഒക്കെ പുറകെ കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഫിഗർ 1.3. ഇഫ് എ സ്മോൾ പാഡിൽ വീൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് ദ കാഥോഡ് റേസ് ഇറ്റ് റൊട്ടേറ്റ്സ്. ദസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ പാർട്ടിക്കിൾ ഇൻ ദ കാഥോഡ് റേസ് ഹാവ് മാസ്. അഥവാ ഈ കാഥോഡ് റേസിൻ്റെ പാത്തിൽ ഒരു നേർത്ത ഇതളുകളിൽ ഒരു ചക്രം, ഒരു പാഡിൽ വീൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യും, അത് കറങ്ങും, റൊട്ടേറ്റ് ചെയ്യും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ കാഥോഡ് പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ഹൗ മാസ് അല്ലേ. ഈ പാർട്ടിക്കിൾസിന്, കാഥോഡ് റേസിൽ അടങ്ങിയിട്ടുള്ള പാർട്ടിക്കിൾസിന് മാസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം മാസ് ഉള്ളത് കൊണ്ടാണല്ലോ അത് മൂവ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, വെൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ റേസ് ദേ ആർ ഫൗണ്ട് ടു ബി അട്രാക്റ്റഡ് ടുവേഴ്സ് ദ പോസിറ്റീവ് സൈഡ്. ഈ കാഥോഡ് റേസിൻ്റെ പാത്തിൽ 2 സൈഡിലായിട്ട് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ റേസ് പോസിറ്റീവ് ഭാഗത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജാണ്. നമുക്ക് ഓൾറെഡി അറിയാം പോസിറ്റീവ് നെഗറ്റീവാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവിലേക്ക് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. നാലാമത്തെ പോയിന്റ്, ദ പാത്ത് ഓഫ് ദ കാഥോഡ് റേസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ആൾസോ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിലും ഇതിനൊരു ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്, ഒരു വ്യത്യാസം സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് നോക്കാം. The properties of the cathode rays do not change on changing the gas inside the tube or the metal with which the electrodes are made അല്ലേ. അഥവാ ഈ ട്യൂബിനുള്ളിൽ നമ്മൾ ഗ്യാസിനെ മാറ്റുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആനോഡും കാഥോഡും അഥവാ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന മെറ്റലിനെ മാറ്റി നോക്കിയിട്ട് ആ സമയത്തൊക്കെ വ്യത്യാസം, അതായത് ഈ രശ്മികളുടെ ഈ റേസിൻ്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. അതായത് ഈ ട്യൂബിനകത്തിരിക്കുന്ന ഗ്യാസിനെയോ ആ ഇലക്ട്രോഡിൻ്റെ നാച്ചുറിനെയോ ഒന്നും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ആർ പ്രസൻറ്റ് ഇൻ ഓൾ സബ്സ്റ്റൻസ് അല്ലേ. അപ്പോൾ ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും, ഏത് ഗ്യാസ് എടുത്താലും, ഏത് മെറ്റൽ യൂസ് ചെയ്തിട്ട് ഇലക്ട്രോഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ എന്തുണ്ട്, കാഥോഡ് റേസ് പുറപ്പെടുന്നുണ്ട്. ഇതിനർത്ഥം എല്ലാ പാർട്ടിക്കിൾസിലും എന്തടങ്ങിയിട്ടുണ്ട്, കാഥോഡ് റേസ് അടങ്ങിയിട്ടുണ്ട്. ഓർ ദീസ് പാർട്ടിക്കിൾസ് ആർ ഇലക്ട്രോൺ. അങ്ങനെയുള്ള ഈ പാർട്ടിക്കിൾസിനാണ് നമ്മൾ, ഈ കാഥോഡ് റേസിൽ അടങ്ങിയിട്ടുള്ള ഈ പാർട്ടിക്കിൾസിനാണ് നമ്മൾ ഇലക്ട്രോൺ എന്ന് പറയാം. The ratio of electric charge of mass to mass of an electron or E/m ratio എന്ന് പറയും. ചാർജും മാസും തമ്മിലുള്ള റേഷ്യോക്കാണ് E/m റേഷ്യോ എന്ന് പറയുക. വാസ് ഡിറ്റർമിൻഡ് ബൈ ജെ തോംസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് E/m റേഷ്യോ ഡിറ്റർമിൻ ചെയ്തത്. When scientists accepted the studies done by Thomson on cathode rays, it was proved that there were particles smaller than atoms അല്ലേ.
അഥവാ അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ശാസ്ത്രലോകം അംഗീകരിക്കുകയും ഈ കാഥോഡ് രശ്മികളെക്കുറിച്ച് തോംസൺ നടത്തിയ പഠനങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചപ്പോൾ ആറ്റത്തേക്കാൾ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് തെളിഞ്ഞു അല്ലേ, മനസ്സിലായി. ഇൻ 1906 ഹി റിസീവ്ഡ് ദ നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് ഫോർ ദ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് ആൻഡ് ദ ഡിസ്കവറീസ് ദാറ്റ് ഫോളോഡ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഈ പരീക്ഷണങ്ങൾക്ക് 1906 ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോൺ കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജെ തോംസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതാണ് ഇലക്ട്രോണിനെ കുറിച്ച് ഈ ഒരു ചാപ്റ്ററിൽ വിശദമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സബാറ്റോമിക് പാർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയാണ്. അപ്പോൾ ഇലക്ട്രോണിനെ കുറിച്ചും ആ ഇലക്ട്രോൺ എങ്ങനെയാണ് കണ്ടെത്തിയതെന്നും ആ കണ്ടെത്തിയതിലേക്ക് നടത്തിയ എക്സ്പെരിമെൻ്റ് ഒക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പ്രോട്ടോണിനെ കുറിച്ച് അടുത്ത ക്ലാസ് പഠിക്കാം. ഇവിടെ ഒരു ബോക്സിൽ ഒരു എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ദ മാസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഈ മാസ് ഓഫ് ഇലക്ട്രോണും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, 9.1 × 10⁻³ കിലോഗ്രാമാണ് മാസ് ഓഫ് ഇലക്ട്രോൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.